ആട്ടം കണ്ടു. മനോഹരമായിട്ടുള്ള മൂവി, ഭയങ്കര രസമായിട്ടാണ്, ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം ഭയങ്കര രസമായിട്ട് അത് അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് അതിൽ അഭിനയിച്ച എല്ലാവരും, ഒരാളെ പോലും വിട്ടു പറയാൻ പറ്റില്ല. എനിക്ക് എല്ലാവരുടെ പേരും അറിയില്ല. ഷാജോൻ ചേട്ടൻ, വിനയ്, പിന്നെ അതിൽ അഭിനയിച്ച നായിക, മറ്റ് എല്ലാ ക്യാരക്ടേഴ്സും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർക്കാണ് ഏറ്റവും കൂടുതൽ അഭിനന്ദനം പറയേണ്ടത്. ഡെഫിനറ്റ്ലി ഡയറക്ടേഴ്സാണ്, ഒരു ഹോൾ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമ വലിയൊരു വിജയമായിരിക്കും. അപ്പം 5-ാം തീയതി റിലീസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പടം പോയി കാണും. താങ്ക് യു. അങ്ങനെയല്ല, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്തേക്കുന്ന ഒരു മൂവിയാണ്. കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാതെ തന്നെ കൈയടിച്ചിട്ട് ഇറങ്ങിപ്പോരാൻ തോന്നുന്ന ഒരു സിനിമയാണ്. അപ്പം അത് എന്താണെന്നുള്ളതൊക്കെ എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. ഡെഫിനറ്റ്ലി അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. താങ്ക് യു സോ മച്ച്. ഞാൻ വളരെയധികം നിരാശനാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സിനിമയുടെ ഭാഗമാവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ വളരെ സങ്കടമുണ്ട്. നല്ല സിനിമയാണ്, എല്ലാവരും കയറി ഈ സിനിമ കാണണം, ഈ സിനിമയെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരും ഗംഭീര വിനയ്, അങ്ങനെ ഓരോ ആളെടുത്ത് പറയേണ്ട എല്ലാ പുതിയ ആളുകളും മുഴുവൻ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കോൺസെപ്റ്റാണ്. എല്ലാവരും മസ്റ്റ് വാച്ച് എന്ന് പറയണം. കാരണം ഇറ്റ്സ് വെരി എന്താ, എല്ലാവരും ആണ് പെൺ ഭേദമന്യേ കണ്ടിരിക്കേണ്ട, അല്ലെങ്കിൽ വളരെ ഇപ്പം എല്ലാവരുടെയും ഒരു കണ്ടിറങ്ങി എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ട് വോണ്ട് ചെയ്യണ്ടാവും ഈ ഒരു സബ്ജക്റ്റ്. സോ വെരി ഗുഡ് സബ്ജക്റ്റ്. ഓരോരുത്തരും, ഓരോ കാസ്റ്റും ദേ ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. നന്നായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ക്യാരക്ടറും, ഈവൻ അത് ഫീമെയിൽ ലീഡ്, അത് എനിക്ക് ഫീമെയിൽ ലീഡ് ഷി വാസ് ജസ്റ്റ് ലീവിങ്, ആ ജീവിക്കുമായിരുന്നു ആ ഒരു ക്യാരക്ടർ. ഡൺ എ ഗ്രേറ്റ് ജോബ്. എന്തെങ്കിലും ചോദിക്കുമോ അതോ ഒന്ന് പറയാണോ? ഭയങ്കര രസമായിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിലുള്ള പല ഫേസ് ആൾക്കാരുടെ പലതരം ആളുകളാണ് നമ്മുടെ ചുറ്റിനുള്ളത്. ഒരു വിഷയം വരുമ്പോൾ പല ആൾക്കാരും എടുക്കുന്ന പല സ്റ്റാൻഡ് ആയിരിക്കും. അതിന് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മളിൽ പല ആൾക്കാരും പല സ്റ്റാൻഡിലേക്ക്, പല വള്ളത്തിൽ കാലയിടാനൊക്കെ നോക്കും. അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇതിനകത്തൂടെ പറയുന്നുണ്ട്. ആസ് എ വുമൻ ഇതിനകത്ത് ആ ഒരു പെൺകുട്ടി കടന്നു പോകുന്ന ഒരു ഇമോഷൻ ശരിക്കും അത് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതിന് ശേഷം അത് പ്രൂവ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ അതിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥയൊക്കെ നന്നായിട്ട് ഇതിനകത്ത് കൺവേ ചെയ്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുള്ളി ഉള്ള ഒരു ക്രാഫ്റ്റായിട്ട് തോന്നി. എന്തുകൊണ്ടാണ് IFFK അംഗീകാരം കിട്ടിയെന്നുള്ളതിന് ഒരു തെളിവ് ഈ സിനിമ കണ്ടപ്പോൾ ശരിക്കും അത് മനസ്സിലായി. എല്ലാ ആക്ടേഴ്സും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഭയങ്കര രസമുള്ള സിനിമയാണ്. അതായത് IFFK കാണണം എന്ന് ചോദിച്ചിട്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കുറേ ഷോസ് ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ഭയങ്കര അഭിപ്രായം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പം കണ്ടപ്പോഴാണ് അത്ര അഭിപ്രായം വരാൻ എന്താ കാരണം എന്ന് മനസ്സിലായത്. ഉറപ്പായിട്ട് ഇതൊരു ഫെസ്റ്റിവൽ സിനിമയായിട്ട് തോന്നില്ല. ഫെസ്റ്റിവലിലും അത്രയും സക്സസ് ആയിട്ടുണ്ട്. തിയേറ്ററിൽ ഉറപ്പായിട്ടും 5-ാം തീയതി റിലീസ് ചെയ്യണം. ഉറപ്പായിട്ടും എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയാണ്. ഭയങ്കര രസമായിട്ട് നമ്മൾ സിനിമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് ചെയ്യുന്നവരെ നമുക്ക് ഭയങ്കര പിടിച്ചു നിർത്തുന്ന സിനിമയാണ്. എല്ലാ ആക്ടേഴ്സും ഭയങ്കര രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം നാടക ബേസ് ചെയ്തുള്ള ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ വിനയും നന്ദനൊക്കെ എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്. പക്ഷേ ബാക്കിയുള്ള നമ്മൾ പരിചയമില്ലാത്ത കുറേ ആക്ടേഴ്സും പക്ഷേ എല്ലാവരും ഭയങ്കര രസമായിട്ട് നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര 100% നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന സിനിമയാണ്. പടം ഗംഭീരമായിട്ടുണ്ട്. ഒത്തിരി എൻജോയ് ചെയ്തു. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എടുത്ത് പറയേണ്ടതാണ്. വിനയ് ചേട്ടനാണെങ്കിൽ വെരി ആക്ടേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കലാഭവൻ ഷാജി എല്ലാവരുടെയും, ബാക്കി ആക്ടേഴ്സിൻ്റെ കുറച്ച് ബഞ്ച് ഓഫ് ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ പേരെനിക്ക് കൃത്യമായി അറിയില്ല. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആയിരുന്നു എനിക്ക്. അപ്പോൾ ശരിക്കും നല്ലൊരു സിനിമയാണ്. എല്ലാവരും 5th തന്നെ സിനിമ പോയി കാണാം. തിയേറ്റേഴ്സിൽ അങ്ങനെ എല്ലാം ഉണ്ട്. സസ്പെൻസും ഒരു ത്രില്ലറാണ്. ആക്ച്വലി ത്രില്ലർ ജോണറാണ്. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോണ്ടന്റ് ആണ് പടം. എല്ലാവരും വളരെയധികം സന്തോഷമായിട്ടാണ് സംസാരിക്കുന്നത്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ കാണുന്നത്. IFFKയിലും അതുപോലെ ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. എന്താണ് അവർ ഒരു വിനയ് അല്ലെങ്കിൽ ആനന്ദ് ആദ്യം വന്ന് പറയുമ്പം നമ്മളൊരു സിനിമയ്ക്ക് കൊടുത്തൊരു ക്ലാസ് എന്തായിരുന്നോ അതിന് 110% അവർ സിനിമ, അവരെന്നല്ല ഞങ്ങൾ സിനിമ നന്നാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക.
തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ഒരുപാട് നല്ല സിനിമകൾ നാളെ മലയാളത്തിന് സമ്മാനിക്കുന്ന ഒരു റൈറ്ററും ഡയറക്ടറുമാണ് ആനന്ദ് ഏകർഷി എന്ന് ഉറപ്പിച്ച് പറയാം. ഒപ്പം ഒരു പുതിയ ഹീറോയിൻ, ആ കുട്ടി ഉഗ്രനായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വിനയും അതിഗംഭീരമായിട്ടുണ്ട്. പിന്നെ ഒരു 9 പുതിയ ആക്ടേഴ്സാണ് മലയാളത്തിന് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. താങ്ക് യു സോ മച്ച്. ഹാപ്പി ന്യൂ ഇയർ. ഏതെങ്കിലും മൈക്ക് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ചോദിക്കൂ. പടം അത്യുഗ്രനായിരുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ, 2024 തുടക്കം തന്നെ ഇത്രയും ഒരു വളരെ അനായാസമായിട്ട് സത്യമായിട്ട് പറഞ്ഞു പോകുന്ന ഇത്രയും നല്ലൊരു സിനിമ. അതായത് മലയാളം സിനിമ നമ്മൾ ലോകം അറിയപ്പെടുന്നത് തന്നെ ഒരു അത്യുഗ്രനായിട്ട് വളരെയധികം സത്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു മണ്ണിൽ അതിൻ്റെ സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന സിനിമകളായിട്ടാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു വലിയൊരു എക്സാമ്പിളാണ് ആട്ടം എന്ന് പറഞ്ഞ സിനിമ. ആ എൻറ്റയർ ക്രൂ ആൻഡ് കാസ്റ്റ് ഞാൻ വളരെയധികം സ്തബ്ധയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ സന്തോഷവതിയുമാണ്. കാര്യം കാലാകാലങ്ങളായിട്ട് നമ്മൾ പലവരും പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻ്റർവ്യൂകളിലാണെങ്കിലും ധർണകളാണെങ്കിലും എത്ര സ്ട്രൈക്ക് ചെയ്താലും എത്ര കാര്യങ്ങൾ നമ്മൾ പറയാൻ ശ്രമിച്ചാലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നമ്മളുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുകയാണ് ആട്ടത്തിൽ. നിങ്ങളെല്ലാവരും കാണണം. ആട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് നമ്മൾ ശരിക്കും സൂപ്പർ ഹിറ്റ് ആക്കേണ്ടത്. അത് നമ്മുടെ മലയാളികളുടെ ഒരു ധർമ്മമായിട്ട് തന്നെ കരുതണം. സോ ദയവ് ചെയ്തിട്ട് 5-ാം തീയതി തിയേറ്ററിൽ റിലീസാകുമ്പോൾ പോയി കാണണം. ഇതൊരു വളരെ വലിയൊരു വിജയമാക്കി മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കെല്ലാം ഒന്നിലൊന്ന് മെച്ചമായിട്ടാണ് എല്ലാ പെർഫോമൻസും തോന്നിയത്. ഒരു ക്യാരക്ടർ പോലും ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി നിൽക്കുന്നുണ്ടായിരുന്നില്ല. അവർ ശരിക്കും അതിന് അങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാമറ മൂവ്മെൻറ്റോ എല്ലാം തന്നെ വളരെയധികം നമ്മുടെ ജീവിതത്തിലുള്ള പോലത്തെ എല്ലാം ഫിലിം മേക്കിംഗ് എൻറ്റയർലി വാസ് വെരി റിയൽ. ഐ എം എ ലിറ്റിൽ ടു സ്റ്റൺ ടു സ്പീക്ക് റൈറ്റ് നൗ. എനിക്കറിയായിരുന്നു IFFIയിലാണെങ്കിലും IFFKയിലാണെങ്കിലും ഏറ്റവും വലിയ എന്താ പറയുക പ്രൈസസ് വിൻ ചെയ്തിട്ടുള്ള പടമാണ്. അത് വെറുതെ ആവില്ല എന്നുള്ളത് എന്തായാലും ഒരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഥയെപ്പറ്റി ഒരു മുൻധാരണയില്ലാതെയാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തുഷ്ടയായിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. മലയാളം സിനിമ ഒരിക്കലും നമുക്ക് ഒരു രീതിയിലും നമ്മൾ വഴിതെറ്റി പോവില്ല എന്നുള്ളതിന് വലിയ ഉഗ്രൻ എക്സാമ്പിൾസ് വരുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് 2024 is a great start with Atam coming on the 5th of Jan. Thank you so much. പടം ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു, ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആണ്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ് ആട്ടം. എനിക്ക് തോന്നുന്നു ഞാൻ ഈയിടെ കണ്ടിട്ടുള്ള പടങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയ ഒരു ക്ലൈമാക്സും കൂടെ ഈ പടത്തിലുണ്ട്. പടത്തിൻ്റെ തുടക്കം മുതൽ ഈ 10-13 ക്യാരക്ടേഴ്സിനെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത് ഒരാളെ പോലും വിടാതെ, ഒരാൾക്ക് പോലും ഒരു ലെവൽ ഓഫ് കൺവിക്ഷൻ കുറയാതെ, ഇമ്പോർട്ടൻസ് കുറയാതെ അവരെ ഫോളോ ചെയ്ത് വരുന്നത് തന്നെ ഒരു വലിയ അച്ചീവ്മെൻറ്റാണ്. അതിനുള്ളിൽ അവരെ ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കൊണ്ട് പ്ലേസ് ചെയ്യുക, ഇങ്ങനെ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് അവരെ കൊണ്ട് എല്ലാവരെയും സംസാരിപ്പിക്കുക, അതിനോട് റിയാക്ട് ചെയ്യിപ്പിക്കുക, അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആനന്ദ് ഏകർഷി പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്നും എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണെന്നും എനിക്ക് തോന്നി കണ്ടുകൊണ്ടിരുന്നപ്പോൾ. ഇതിലുമൊക്കെ ഒരുപാട് അധികമുണ്ട് പറയാൻ, പക്ഷേ ഒത്തിരി സമയം എടുക്കാതെ ചുരുക്കി പറഞ്ഞാൽ അതാണ്. എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് വർക്കായി പടം. ഭയങ്കര പവർഫുൾ സിനിമയാണ്. ഗ്രൂപ്പ് ഓഫ് ഗ്രേറ്റ് പെർഫോമേഴ്സ്. എല്ലാവരും ഒരുപാട് സിനിമകൾ ഇനി ചെയ്ത് കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അതിലൊക്കെ മുമ്പ് ഈ ഒരു സിനിമ ഉറപ്പായിട്ടും എല്ലാവരും പോയി കാണണം. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫിലിം, ഇറ്റ്സ് എ വെരി പവർഫുൾ ഫിലിം. ആൻഡ് അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയായിരിക്കും. ഒരു നാടക ഗ്രൂപ്പിൻ്റെ ഒരു സെറ്റപ്പൊക്കെ വെച്ചിട്ട് ഐ തിങ്ക് ഇതിനകത്ത് ലോകത്ത് എവിടെയും ഏത് ഗ്രൂപ്പ് ആൾക്കാരുടെ ഇടയിൽ സംഭവിക്കാവുന്ന ഒരു വിഷയവും എല്ലായിടത്തും റിയാക്ട് ചെയ്യുന്ന പോലത്തെ കുറേ മനുഷ്യരും നമുക്ക് എല്ലാവർക്കും നമ്മളെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇന്ന് വന്ന് ഇവിടെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ് ദി എൻറ്റയർ ടീം ഓഫ് ആട്ടം. ഐ ഹോപ്പ് ദിസ് മൂവി ട്രാവൽസ് ഫാദർ ആൻഡ് ഫാദർ. നല്ല അതിയായ സന്തോഷമുണ്ട്. കാര്യം ഈ പറയുന്ന പോലെ ഇപ്പോൾ കൊച്ചിയിൽ നമ്മൾ ഇപ്പോൾ പറയാം നമ്മുടെ പ്രീമിയർ ഷോ കഴിഞ്ഞു, കണ്ട ആളുകളൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞു. നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. അപ്പോൾ 5-ാം തീയതി പടം തിയേറ്ററിൽ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രിവ്യൂലുണ്ടായ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ, ആളുകളുടെ ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ടുള്ള, അപ്പോൾ അത് തിയേറ്ററിലും നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര പ്രതീക്ഷ, ഭയങ്കര ഹോപ്പ് തന്നിട്ടുണ്ട്.
പടത്തിൻ്റെ ഡയറക്ടർ, റൈറ്റർ. ആക്ച്വലി ഇപ്പം ഇവിടെ വന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. ആക്ച്വലി ഇവിടെ സിനിമയിലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണല്ലോ എല്ലാവരും വന്നിരിക്കുന്നത്. ഡയറക്ടേഴ്സ് ഉണ്ടായിരുന്നു, ആക്ടേഴ്സ് ഉണ്ടായിരുന്നു, മറ്റ് ടെക്നീഷ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ സിനിമ എങ്ങനെ തോന്നുന്നുള്ളൂ. പക്ഷേ എല്ലാവരും ഇങ്ങനെ ഒരേ സ്വരത്തിൽ ഇത്രയും ഇഷ്ടപ്പെട്ട് സംസാരിക്കുന്നത് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഒരു രക്ഷയിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 5-ാം തീയതി പടം ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നമുക്കൊരു നല്ല കോൺഫിഡൻസ് തരുന്നുണ്ട്. ആളുകളിലേക്ക് എത്തുമെന്നും ആളുകൾ വന്ന് കാണുമെന്നും. താങ്ക് യു സോ മച്ച്. ഇത് ഇവരൊക്കെയാണ് സെറിനാണ് നമ്മുടെ. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നല്ല ഗംഭീര റെസ്പോൺസ് ആയിരുന്നു. ഇത് ഞാൻ 6ാമത്തെ തവണയാണ് ഈ പടം കാണുന്നത്. ഞാൻ ഒരു ആക്ടർ എന്ന നിലയിൽ മാത്രമല്ല, ഓഡിയൻസ് എന്ന നിലയിലും ഇപ്പോഴും എനിക്കിതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ഡീറ്റെയിൽസും ഇങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ വെരി വെരി എക്സൈറ്റഡ്. നല്ല പ്രതീക്ഷയും ഹോപ്പുള്ളതാണ്. 5-ാം തീയതിയാണ് നമ്മുടെ തിയേറ്റർ റിലീസ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുകയും നമ്മളെ ഇത് അപ്രീഷിയേറ്റ് ചെയ്യും, പ്രോത്സാഹിപ്പിക്കുകയും എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. 5-ാം തീയതി നിങ്ങളെല്ലാവരും വരിക, നമുക്ക് ഒരുമിച്ച് പടം കാണാം. പിന്നെ ഒരു തവണ കൂടി നിങ്ങളെല്ലാവരോടും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയയുടെ സപ്പോർട്ട് ഓൾവേസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ 3-4 മാസമായിട്ട് ഇമ്മൻസ് ആണ്. നല്ല സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ കാണിക്കുന്ന പാഷനെ ലൈക്ക് റിയലി അപ്രീഷിയേറ്റ്. നമ്മുടെ അല്ലേ നമ്മുടെ ഇതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ സിനിമയിലെ പ്രധാനപ്പെട്ട നടന്മാരാണ്. 11 ആണുങ്ങളും ഒരു പെണ്ണും. നമ്മുടെ എഡിറ്ററും സിനിമാറ്റോഗ്രാഫറും ഉണ്ട്. നമ്മുടെ സൗണ്ട് ചെയ്ത പ്രൊഡക്ഷൻ സൗണ്ട് ജിക്കോ ഉണ്ട്. എല്ലാവരും ഉണ്ട്. സോ അതിയായ സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. തുടർച്ചയായിട്ട് ഇപ്പം കഴിഞ്ഞ സോമന്റെ കൃതാവിലാണെങ്കിലും ഇപ്പം ഇതിനാണെങ്കിലും വളരെ വ്യത്യസ്തമായിട്ട് 2 കഥാപാത്രങ്ങൾ ചെയ്തു. രണ്ടും നല്ല വിജയമായിട്ട് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു സംസാരത്തിനിടയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തും മാറ്റമുണ്ടല്ലോ. അതിയായ സന്തോഷമുണ്ട്. സോമന്റെ കൃതാവ് ഏറ്റവും കൂടുതൽ ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തത് OTT വന്നിട്ടാണ്. അപ്പോൾ ആട്ടം ആബ്സല്യൂട്ട്ലി തിയേറ്ററിക്കലും ഭയങ്കര ഒരു എഡ്ജ് ഓഫ് ദ സീ ത്രില്ലറാണ്. അപ്പം നമ്മുടെ ആഗ്രഹം ആട്ടം എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടും. കാര്യം സിനിമ ഗംഭീരമാണ്, നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട് ഈ സിനിമ ഇതിൽ. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ ഞങ്ങളൊരു 9 പുതിയ ആക്ടേഴ്സിനെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ സക്സസ് ഞങ്ങൾ ഇതിൻ്റെ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിട്ട് കണക്റ്റാണ്. എത്ര ആളുകൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ കാണുന്നു, എത്രത്തോളം നമുക്ക് സിനിമ തിയേറ്ററിൽ നിർത്താൻ പറ്റുന്നു. അപ്പോൾ അതാണ് ലക്ഷ്യം. ഇതൊരു തിയേറ്ററിക്കൽ സിനിമയാണ്. അപ്പോൾ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾ തിയേറ്ററിൽ വന്ന് കാണട്ടെ, ലൈക്ക് നല്ല സിനിമ വിജയിക്കട്ടെ. അപ്പോൾ താങ്ക് യുടോ, ലൈക്ക് ഓരോരുത്തരോടും നന്ദി കേട്ടോ. ലൈക്ക് താങ്ക്സ് എ ലോട്ട്.